10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മറ്റിതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളല്ലാത്ത ആളുകളെ ശുപാർശ ചെയ്യാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാരിലേക്ക് എത്തുമ്പോൾ സഖാവ് പി രാജീവ് എന്ന് അസന്നിഗ്ധമായ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 432 CRPC പ്രകാരം ഒരു കുറ്റവാളിയെ ശിക്ഷ ഇളവ് നൽകാൻ അധികാരമുണ്ടെങ്കിലും ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 20 കൊല്ലത്തേക്ക് ശിക്ഷ ഇളവ് ചെയ്യരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിൽക്കുന്ന അപ്പീലിന്മേൽ ഇനിയൊരു വിധി ഉണ്ടാകുന്നതുവരെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ അധികാരമില്ല. അങ്ങനെ ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾ വാർത്തകൾക്ക് വേണ്ടി എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നോക്കൂ, ഞാൻ വായിക്കണോ? സൂചനയിലെ സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതിനായി പ്രസ്തുത തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആയതിനാൽ താഴെ സൂചിപ്പിച്ചിട്ടുള്ള തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടിയാന്മാരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസിലേക്ക് വളരെ അടിയന്തരമായി അനുവദിച്ചു തരുന്നതിന് താല്പര്യപ്പെടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചതാണ്. അതിൽ 1, 2, 3, 4 TK രജീഷും അതുപോലെ 3 TK രജീഷും പിന്നെ താഴോട്ടാണ് അണ്ണൻ സിജിത്തും അതുപോലെ മുഹമ്മദ് ഷാഫിയുടെയും പേരുകൾ തിരികെ കയറ്റിയിരിക്കുന്നത്. താങ്കൾ പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. എങ്ങനെയാണ് ഈ പേരുകൾ കടന്നുകൂടിയെന്നുള്ളതാണ്. 10 കൊല്ലത്തിലധികം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രതികൾക്ക് സ്പെഷ്യൽ റെമിഷന്റെ അർഹതയുണ്ട്. ശുപാർശ ചെയ്യുന്ന അധികാരം കൃത്യമായി ജയിൽ സൂപ്രണ്ടിനുണ്ട്. അതായിക്കൊള്ളട്ടെ. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. 20 വർഷ കാലാവധിയിൽ അവർക്ക് റെമിഷൻ പാടില്ല എന്ന് പറയുന്നു. 13-ാം തീയതിയാണ്, ജൂൺ 13-ാം തീയതിയാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്ക്. അപ്പൊ അത് ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്? അങ്ങനെ വീഴ്ചയല്ലത്. അതിനെ വീഴ്ചയായിട്ടല്ല കാണേണ്ടത്. അതിന്റെ റിപ്പോർട്ടുകൾ വരണം സംസ്ഥാന സർക്കാരിലേക്ക്. ഈ വിവരം വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ ആ കേസിന്റെ നിയമവകുപ്പ് നോക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അസ്ക, ജയിൽ ഉപദേശക സമിതിയാണല്ലോ യോഗം കൂടി ഇത്ര പേർക്ക് റെമിഷൻ കൊടുക്കാം, അല്ല അങ്ങനെ ശുപാർശ ചെയ്യുന്നത് ജയിൽ ഉപദേശക സമിതിയാണല്ലോ, ആണോ? അങ്ങനല്ല. ജയിൽ സൂപ്രണ്ട് നൽകുന്ന ശുപാർശ, ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ഇവർ താമസിക്കുന്ന വീട്ടിൽ ബന്ധുക്കൾ അവരുടെ സാഹചര്യം തുടങ്ങിയത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രൊബേഷണറി ഓഫീസർക്കും അതുപോലെ പോലീസിനും ഉണ്ട്. ആ പോലീസ് അങ്ങനെ റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷമാണ് ജയിൽ അഡ്വൈസറി ബോർഡിലേക്ക് ഇത് വിടുന്നത്. ജയിൽ അഡ്വൈസറി ബോർഡും അപ്പോഴും ജയിലിനുള്ളിൽ നടത്തിയിട്ടുള്ള പെരുമാറ്റങ്ങളാണ് പരിശോധിക്കുക. അതിനുശേഷം സംസ്ഥാന സർക്കാരിലേക്ക് എത്തുമ്പോൾ നിയമവകുപ്പ് ആ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ജഡ്ജ്മെന്റുകൾ പരിശോധിക്കേണ്ട ബാധ്യത നിയമവകുപ്പിനാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പരിശോധിക്കുന്നത് അഡ്വക്കേറ്റ് അസ്ക, ഈ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് അകത്ത് കിടക്കുന്നവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അയാൾക്ക് രജീഷിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഷാഫിയോ അല്ലെങ്കിൽ ഈ സിജിത്തിനെയോ ഒന്നും അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങൊരു കാര്യം ചെയ്യണം. ആ പേര് വരാൻ പാടില്ലല്ലോ. ഈ 3 പേര് വരാൻ പാടില്ലല്ലോ. മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു അഡ്വക്കേറ്റ് അസ്ക, ഈ 56 പേരും CPM-കാരാണ്. എൻ്റെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. എൻ്റെ നാട്ടിൽ കൊലക്കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്നവർ പോലും ഉണ്ട്. CPM-ന്റെ ക്രിമിനലുകളാണ്. അപ്പോ ഈ റെമിഷൻ എന്ന് പറയുന്നത് CPM-കാർക്ക് മാത്രമാണോ ബാധകം? ആണോ? ഇല്ല, അങ്ങനെ ഒരു ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവില്ലെന്നേ. അങ്ങനെ ചെയ്യാൻ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അനുശാസിക്കുന്നില്ല. പക്ഷേ നിയമത്തിന് അതീതമായിട്ടാണല്ലോ സാർ പിണറായി വിജയൻ സർക്കാർ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ പ്രത്യേക നിയമമാണല്ലോ. കേരളത്തിൽ എന്തിനും പ്രത്യേക നിയമമാണല്ലോ. അങ്ങനെ പറയാൻ കഴിയുമോ? സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയാൽ ഇക്കാര്യത്തിൽ റെമിഷന്റെ കാര്യത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയെന്ന് തന്നെ തീരുമാനിക്കും. ഇപ്പോ ഈ പറഞ്ഞ 3 പേർക്കും ശിക്ഷ ഇളവ് നൽകിയെന്ന് വിചാരിക്കൂ. കേരളത്തിലെ ഹൈക്കോടതി മിണ്ടാതിരിക്കുന്ന കരുതുന്നേ. 20 കൊല്ലം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം സംസ്ഥാന സർക്കാരിന് നിയമവിരുദ്ധമായി ചെയ്യാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം, പരോൾ അനുവദിക്കുന്നു. 1 കൊല്ലം ശിക്ഷ അനുഭവിച്ച കുറ്റവാളി, ആ കുറ്റവാളിക്ക് തന്റെ ശിക്ഷാ കാലാവധിയുടെ 1/3 ദിവസങ്ങളിൽ പരോൾ ലഭിക്കുന്ന 1 വർഷം 60 ദിവസം അല്ലേ അഡ്വക്കേറ്റ് അസ്ക? 1/3 1 വർഷം 60 ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 60 ദിവസം നിയമം ആദ്യം പറയുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോ വിവാഹമോ മറ്റിതര മരണാനന്തര ചടങ്ങുകളോ ബന്ധുവിന്റെ രോഗാവസ്ഥയോ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രത്യേക സാഹചര്യം പരിഗണിച്ച ആ പ്രത്യേക സാഹചര്യം രേഖപ്പെടുത്തിയാൽ 120 ദിവസം വരെ കൊടുക്കാം. ഈ റിസോർട്ടിൽ പോയി കുടിച്ചു കൂത്താടാനും അതുപോലെ ലഹരി ഉപയോഗിക്കാനൊക്കെ അത് എങ്ങനെയാ സ്പെഷ്യലായിട്ട്
പിണറായി സർക്കാരിന്റെ മാത്രം അത് പ്രത്യേക ആനുകൂല്യമാണോ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പറയുന്നത് ടി പി വധത്തിലെ പ്രതികളുടെ കാര്യം.